നമസ്കാരം. കഴിഞ്ഞ 2 വർഷം കൊണ്ട് അതായത് 2022 വെറും 60 രൂപ ഷെയർ പ്രൈസസ് ഉണ്ടായിരുന്ന ഒരു കമ്പനി ഇന്ന് ഏകദേശം അതിൻ്റെ ഷെയർ പ്രൈസസ് 700 രൂപയുടെ അടുത്താണ്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട്, അതായത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 109% CAGR സ്റ്റോക്ക് പ്രൈസ് CAGRൻ്റെ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കമ്പനി. ഈ കമ്പനിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കമ്പനി മറ്റൊന്നുമല്ല, കല്യാൺ ജ്വല്ലേഴ്സ് ഗ്രൂപ്പാണ്. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് ഗ്രൂപ്പിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്, അവരുടെ സെയിൽസ്, അവരുടെ റവന്യൂ, അവരുടെ പ്രോഡക്ട്സ്, അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ്, അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ലയബിലിറ്റീസ് മറ്റു കാര്യങ്ങളുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ പേര് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കല്യാൺ ജ്വല്ലേഴ്സ് ഗ്രൂപ്പാണ്. കല്യാൺ ജ്വല്ലേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് 5 ജ്വല്ലറി ഗ്രൂപ്പിൽ ഒന്നാണ്. ഈ കമ്പനിയുടെ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ന് അവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 67,000 കോടി രൂപയാണെന്ന് കാണാൻ പറ്റും. ഇവരുടെ മെയിൻ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വെഡ്ഡിങ് ജ്വല്ലറി ഉണ്ട്, അതുപോലെ തന്നെ ആസ്പിറേഷണൽ ജ്വല്ലറി ഉണ്ട്, സ്റ്റേപ്പിൾ റീജിയണൽ ജ്വല്ലറി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റഡഡ് ജ്വല്ലറി ഉണ്ട്, അതുപോലെ തന്നെ അവരൊരു ഡിജിറ്റൽ ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ബ്രാൻഡ് എന്ന് പറയുന്നില്ല കാൻഡിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ജ്വല്ലറി അവരുടെ പ്രോഡക്ട്സിനെ പറ്റി നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരുടെ പരസ്യങ്ങളിലൂടെയും മറ്റും അവരുടെ പ്രോഡക്ട്സും മറ്റും കാര്യങ്ങളും വൈഡ് റേഞ്ചസ് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ജ്വല്ലറി ഗ്രൂപ്പിൽ നിന്ന് ഗോൾഡ് ജ്വല്ലറി ഐറ്റംസ് എന്നാണ് അവരുടെ 73% റവന്യൂ കിട്ടുന്നത്. അതുപോലെ തന്നെ സ്റ്റഡഡ് ജ്വല്ലറിയിൽ നിന്നാണ് 25% അവരുടെ റവന്യൂ കിട്ടുന്നത് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഷോറൂം നോക്കുകയാണെങ്കിൽ എല്ലാം ഈ 2024 ഒരു കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. 204 ഷോറൂമാണ് അവർക്ക് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള കാൻഡർ എന്ന് പറയുന്ന ഷോറൂംസ് 13 2024 കണക്ക് വെച്ച് നോക്കുമ്പോൾ. കല്യാൺ ഷോറൂംസിന് മിഡിൽ ഈസ്റ്റ് 36. അതുപോലെ തന്നെ മൈ കല്യാൺ ഗ്രാസ് റൂട്ട് സ്റ്റോർസ് 1,006 മൈ കല്യാൺ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാസ് റൂട്ട് ഷോപ്പ് നമ്മളെല്ലാവരും പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് 1,006 അവർക്ക് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഒരു റീറ്റെയിൽ സ്പേസ് നോക്കുകയാണെങ്കിൽ 44,000 സ്ക്വയർ ഫീറ്റാണ് അക്രോസ് 4 കൺട്രീസ് ഇൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് 7,11,000 സ്ക്വയർ ഫീറ്റ് ഇന്ത്യയിലുണ്ടെന്നുള്ള ഒരു വലിയ ഗ്രൂപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളത്. പിന്നെ ഇതിലെ കൺസോളിഡേറ്റഡ് റവന്യൂ ഹാസ് ഗ്രോൺ ബൈ 46% ബിറ്റ്വീൻ 2022 മുതൽ 2024 വരെ. അത് നമ്മൾ സ്റ്റോക്ക് പ്രൈസസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 60 രൂപ 2022 ഉണ്ടായിരുന്നൊരു കമ്പനിയുടെ ഷെയർ പ്രൈസസ് ആണ് ഇപ്പോൾ 700 നിൽക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവരുടെ ജിയോഗ്രാഫിക്കൽ സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് 86% അവരുടെ റവന്യൂ കിട്ടുന്നത്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് 14% ആണെന്ന് വരുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവരുടെ ഹൈപ്പർ ലോക്കൽ ജ്വല്ലേഴ്സ് ആണെന്ന്, അതായത് ഓരോ ഏരിയയിലും അവിടെ ഉണ്ടായിരുന്ന ആർട്ടിസൻസും അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെയും ജ്വല്ലറി പർച്ചേസ് ചെയ്ത് അവരുടെ ക്രാഫ്റ്റ് ചെയ്യുന്ന ജ്വല്ലറി പർച്ചേസ് ചെയ്ത് അവർ സെയിൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്. അസറ്റ് ലൈറ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു ഇതുണ്ട്. ഇനി ഇവരുടെ എക്സ്പാൻഷൻ പ്ലാൻ നോക്കുകയാണെങ്കിൽ 80 ന്യൂ കല്യാൺ ഷോറൂംസ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതിൽ 50, അതുപോലെ തന്നെ 50 ഫോർ കാൻഡർ ഷോറൂം, അതുപോലെ 6 ഷോറൂം ഇൻ ഓവർസീസാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവർ US അതുപോലെ തന്നെ മെട്രോ സിറ്റീസ്, ടയർ 1, ടയർ 2, ടയർ 3 സിറ്റീസിലും എല്ലാം അവർ പുതിയ ഗ്രൂപ്പുകൾ, പുതിയ കമ്പനി, പുതിയ ഷോറൂംസ് അവർ ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ തന്നെ എയിമിങ് ടു എക്സ്പാൻഡ്സ് ഓപ്പറേഷൻസ് ഇൻ ദ US മാർക്കറ്റിലൂടെ അവരുടെ ഓപ്പറേഷൻസ് ഇത് ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഇവരുടെ മെയിനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് അവരുടെ ഡെപ്റ്റ് കുറച്ചുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അവർ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് അവർ ഡെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നും കാണാൻ പറ്റുന്നതാണ്. ഇനി ഇവരുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ എന്താ പറയുക, മാർക്കറ്റ് ക്യാപ്പ് 67,432 കോടി രൂപയാണ്. കറൻറ്റ് പ്രൈസ് 654 രൂപയാണ്. ഓൾ ടൈം ഹൈ ആയി 786 നിന്നാണ് 654 വന്നിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോക്ക് PE 108 ആണ്, 108. പിന്നെ അതുപോലെ തന്നെ ROCയും ROEയും 14%, 15% അത്ര എന്താ പറയുക, മോറലെസ് ഓക്കെ എന്ന് പറയാവുന്നതാണ്. ഇനി ഇവരുടെ ഒരു കറണ്ട് ലയബിലിറ്റി 8,174 റുപ്പീസും കോണ്ടിജൻ്റ് ലയബിലിറ്റി വരുന്നത് 456 കോടി രൂപയാണ്. ഇതൊരു കൺസെപ്റ്റ് നോക്കുക, 67,000 മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയെ പറ്റി നോക്കുമ്പോൾ അത്ര വലിയൊരു ഫിഗറായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ
ലീസ് ലയബിലിറ്റി 1366 കോടി രൂപയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വന്നിരിക്കുന്നത്. ഇനി ഇവരുടെ കമ്പനിയുടെ ഒരു ഗുഡ് പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ എക്സ്പെക്ട് ഗീവ് ക്വാർട്ടർ 176 AGR ഓവർ ലാസ്റ്റ് 5 year. പിന്നെ അതുപോലെ തന്നെ കമ്പനി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആസ് റെഡ്യൂസ്ഡ് ഫ്രം 122 days to 96 days എന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബറിലെ ഒരു സെയിൽസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഓരോ ക്വാർട്ടറിലും അവർക്ക് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. 2024 സെപ്റ്റംബറിൽ 6065 കോടി രൂപയാണ്. അത് സെപ്റ്റംബർ 2023 4000 ആയിരുന്നു എന്ന് കാണാൻ പറ്റും. ഓരോ ക്വാർട്ടറിലും ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും കൂടുതലാണ്. 327, 376, 306, 370 എന്നുള്ളത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ചെറിയ ചാഞ്ചാട്ടുണ്ട്. അത് ക്വാർട്ടർ വൈസ് നോക്കുകയാണെങ്കിലാണ്. ഇയർലി വൈസസ് നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ടോ? ക്വാർട്ടർലി വൈസസ് എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് സീസൺസും മറ്റു കാര്യങ്ങളും ഡിപ്പെൻഡഡ് ആയിട്ടാണ് ഇതെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇവരുടെ മെയിൻലി ഇമ്പോർട്ടൻ്റ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റും 130 crore ആണ്. ഗ്രാജുവലി ഇത് 130 crore 2023 അത് 135 ആയിരുന്നു. പ്രോഫിറ്റിൽ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. ഈ ജസ്റ്റ് ഒരു ലാസ്റ്റ് Q2 റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തപ്പോഴാണ് നെറ്റ് പ്രോഫിറ്റിലും ഇതിലും കുറച്ചൊരു കുറവ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷെയർ പ്രൈസസും അതിൻ്റെ ഒരു ഫാൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതൊരു മികച്ച അവസരമായിട്ട് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എടുക്കാവുന്നതുമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇയർലി ബേസിസ് നോക്കുകയാണെങ്കിൽ ഇയർലി ഗ്രാജുവലായിട്ട് നല്ല ഇൻക്രീസ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് സെയിൽസ് 2023 14,071 കോടി രൂപയായിരുന്നു. 2024 18,000 ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ടിൽ ദിസ് മന്ത് പിന്നെ 21,359 സെയിൽസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും 596, കഴിഞ്ഞ വർഷം അത് 432 ആയിരുന്നു. ഇനി ഇപ്പോൾ വരയ്ക്കും 626 കോടി രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു മറ്റു കാര്യങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, മറ്റു കാര്യങ്ങൾ ഡിവിഡൻഡ് പേ ഔട്ട്, ടാക്സ് എല്ലാം ഓൾമോസ്റ്റ് കൃത്യമായിട്ട് തന്നെ അവർ പേ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കഴിഞ്ഞ വർഷം ക്വാർട്ടർലി റിസൾട്ടിൽ OPM നമ്മൾ നോക്കുകയാണെങ്കിൽ 5% ആയിട്ട് താന്നിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. 7% ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇതായിരുന്നു. 5% ആയിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് കാണാൻ പറ്റും. ആ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞതോടുകൂടി തന്നെ അവരുടെ പ്രോഫിറ്റിലും സ്വല്പം ഒരു കുറവ് കണ്ടിരുന്നു. അതായത് അവർ സെയിൽസ് കുറച്ച് പ്രോഫിറ്റ് മാർജിൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നോക്കുകയാണെങ്കിൽ ഇയർലി ബേസിസ് ഇത് ഇൻക്രീസ് ചെയ്തിരിക്കുന്നതും ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൊണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അവരുടെ ഫ്യൂച്ചർ പ്ലാന്, ഫ്യൂച്ചർ എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അവർ ഫ്രാഞ്ചൈസി ഓൾറെഡി തുടങ്ങുന്നു എന്നുള്ള കാര്യം കൂടെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഫ്രാഞ്ചൈസിക്ക് വേണ്ടി മാത്രം അവർ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് എത്രത്തോളം അവർ വലുതാക്കുന്നതെന്നും കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും നമ്മൾ കണ്ടതാണ്. ലയബിലിറ്റീസ് അധികം ഇതായിട്ട് പറയാനില്ല എന്നും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സ്റ്റോക്ക് പ്രൈസസും പിന്നെ ഇതിലുള്ള ഇൻക്രിമെൻറ്റും ഒരു ഇൻക്രീസും നമുക്കൊക്കെ ഇതിൽ കാണാവുന്നതാണ്. എന്നിരുന്നാലും ഇത് നിങ്ങളുടെ ഒരു റഡാർ ലിസ്റ്റിൽ ഇടാം. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അഡ്വൈസ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുകൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം.